ഹലോ. ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. സംഭവം വേറെ ഒന്നുമല്ല, ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട്. ഓണം തുടങ്ങാൻ ഇനിയും ഉണ്ട്, ഒരു 10 ദിവസത്തോളം ഉണ്ട് ഓണത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. എന്നാലും കൂടിയിട്ടും ഓണത്തിൻ്റെ മുന്നോടിയായിട്ട്, ഓണത്തിൻ്റെ അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളത് തിരൂരാണ്. തിരൂര് നമ്മുടെ നമ്മുടെ പുറത്തൂർ ആ ഭാഗത്തുള്ളൊരു നല്ല അടിപൊളി വീടാണ്. നല്ല അടിപൊളി വീട്. നമുക്ക് അങ്ങനെ അവിടെ പോയിട്ട് ആർക്കും അങ്ങനെ വീഡിയോസൊന്നും ഫോട്ടോസൊന്നും എടുക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഒരു റിലേഷൻ്റെ ഒരു കെയർ കൂടെ സംസാരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് എൻട്രി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവർക്കും അത് പറ്റില്ല. ആ ബാക്ക് കാണുന്ന കുളമാണ് കേട്ടോ. നല്ല അടിപൊളി പൂളാണ്, നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. അപ്പോൾ അവിടേക്ക് ചെന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടുകൾ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പെർമിഷനൊക്കെ ചോദിച്ച് സെറ്റായതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറാനുള്ള എൻട്രൻസ് പാസ്സൊക്കെ കിട്ടിയത്. അങ്ങനെ പാസ്സൊന്നുമല്ല, അവിടെ ആളുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് ഫോണിലൂടെ സംസാരിച്ചിട്ടാണ് നമുക്ക് കിട്ടില്ല. പക്ഷേ ഓണത്തിൻ്റെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം തുടങ്ങാറായി. അപ്പോൾ ഓണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പല പല പരിപാടികളായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ നമ്മൾ എന്ത് പറയാം, ഓണത്തിൻ്റെ അന്നത്തെ ഫോട്ടോഷൂട്ട് എന്നുള്ളത്. അപ്പോൾ അത് തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടിയൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കുറേ ഒരു ഫോട്ടോസ് എല്ലാവർക്കും ഓരോരോ ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്ഥലവും ലൊക്കേഷനും ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല, കയറി എടുക്കാനൊന്നും കിട്ടത്തില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു റിലേഷൻ്റെ കെയർ ഓഫ് കൂടെ നമുക്ക് ചെന്നിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ആ ഭാഗങ്ങൾ കുറേ ഉണ്ട് കേട്ടോ, നല്ല സ്റ്റൈലും വീടുകളുണ്ട്. പക്ഷേ ഒന്നും അങ്ങനെ പെട്ടെന്ന് നമുക്ക് കയറി കിട്ടില്ല. നമ്മുടെ വൈഫ് ഹൗസിൻ്റെ ആ ഭാഗത്തതായതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അവരൊക്കെ ഒരു കെയർ ഓഫ് കൂടെയാണ് നമുക്ക് ഇതിനുള്ളിലേക്ക് എൻട്രി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഫോട്ടോസുകളുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഓണടിപ്പിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യാം അല്ലേ. ഇനി ഓണപ്പരിപാടികൾ വേറെ വരാൻ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഓണപ്പരിപാടി ഗംഭീരമായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിൻ്റെ. അപ്പോൾ ഇത് പുതിയ ഓണം. അപ്പോൾ ഹാപ്പി ഓണം 2026, അതിനെ വെൽക്കം ചെയ്യാം. അപ്പോൾ അതെല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്, ഓരോരോ ഫോട്ടോ എടുക്കണം പ്ലാനിലാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. കണ്ടോ, നല്ല രസമാണ് ഏതായാലും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് ഒന്ന് കണ്ടറിയാം. ഇത് സ്ഥലം കിടക്കുന്നത് തിരൂർ ഭാഗത്താണ് കേട്ടോ. വിചാരിച്ചിട്ട് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, വേറെ വിഷയം. ഇതവർ അങ്ങനത്തെ പരിപാടിക്കൊന്നും കൊടുക്കാത്ത ഒരു നോർമൽ അവരുടെ സ്റ്റൈലിൽ അവരുണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നല്ലൊരു പഴയ ഇല്ലം, ആ ഒരു സ്റ്റൈലും വീടാണ് അല്ലേ. നല്ല ചാരുപടിയും കാര്യങ്ങളും ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല കിണ്ണം കാച്ചൊരു അടിപൊളി ഇല്ലം. ഓക്കെ, അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഫോട്ടോസുകളൊക്കെ കണ്ടിട്ട് വരാം. പിന്നെ ഓണപ്പരിപാടീൻ്റെ കുറച്ച് പരിപാടികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓണപ്പരിപാടികളും കാര്യങ്ങളും നമ്മുടെ തിരൂർ ഭാഗത്ത് ഇതുവരെ കുറച്ച് നല്ല ആഡംബരമായിട്ട് ആഘോഷമായിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും.